അപ്പോൾ പുതിയ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം ഏകദേശം 1 മാസം തികയാൻ പോകുന്നു. അപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ തന്നിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എല്ലാം. പക്ഷേ നമ്മൾ പെട്ടെന്ന് കുറേ കാര്യങ്ങൾ നമുക്ക്, അതായത് പരിമിതമായിട്ടുള്ള ടൈമിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ഫ്ലോപ്പ് ആണെന്ന് തന്നെ പറയാം. അതായത് വിലക്കയറ്റത്തിനെതിരെ എന്താണ് ചെയ്യുന്നത്, അതായത് പെട്രോൾ, ഡീസൽ, ഗ്യാസിൻ്റെ വില ഒരുപാട് കൂടി പോവുകയാണ്. അതുപോലെ തന്നെയാണ് അത് സംബന്ധിച്ചിട്ടുള്ള ദൈനംദിന ആവശ്യങ്ങളുടെ ദിനം പ്രതി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ എല്ലാം വില കൂടി പോവുകയാണ്. ഹോട്ടലുകളിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടി, അതായത് ദോശയ്ക്ക്, ചായക്ക്, അങ്ങനെ എല്ലാ സാധനങ്ങളും. അതായത് ഒരു മിനിമം ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഒരു 100 രൂപ, ഒരു കൊച്ചു ബഡ്ജറ്റുള്ള കടയിൽ ഊണ് കഴിക്കണമെങ്കിൽ 100 രൂപ, അങ്ങനെ ഒരു 3 നേരം ആഹാരം കഴിക്കണമെങ്കിൽ ഒരു 300 രൂപയ്ക്ക് മേളിൽ. ഇതെങ്ങനെയാണ് സാധാരണ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതായത് ഒരു കേരളത്തിൽ തന്നെ ഒരു പകുതി, ഒരു 60-70% പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ 10,000-നും 15,000-നും ഇടയ്ക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കിതെങ്ങനെ മീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, പ്രത്യേകിച്ച് ഫാമിലി ഉള്ളവരാണെങ്കിൽ? പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അതായത് സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കുന്ന പോഷ് ആക്ട് പോലെ തന്നെയാണ് അതായത് പുരുഷന്മാർ ചെയ്യുന്ന തൊഴിലിടങ്ങളിൽ അവർക്ക് എന്ത് സംരക്ഷണമാണ് കൊടുക്കുന്നത്? എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഞാൻ കാഴ്ചയാണ് പറയുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ സത്യം പറഞ്ഞാൽ അവർ ജീവൻ പണയം വെച്ചാണ് അവർ ജോലി ചെയ്യുന്നത്. അതായത് ഒരു 3 നില കെട്ടിടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മേളിലൊരു പലക ഇട്ട് കൊടുത്ത് ഒരു സേഫ്റ്റി ബെൽറ്റ് പോലും കൊടുക്കാതെ, ഒരു സേഫ്റ്റി മെഷേഴ്സും എടുക്കാതെയാണ് അവിടെയുള്ള എഞ്ചിനീയേഴ്സും കോൺട്രാക്ടേഴ്സും എല്ലാം അവരെ പണിയെടുപ്പിക്കുന്നത്. സർക്കാർ എന്ത് മുൻഗണനയാണ് അവർക്ക് കൊടുക്കുന്നത്? അതായത് അവർ വന്ന് വീണ് കഴിഞ്ഞാൽ അവരുടെ ജീവൻ ആപത്താണ്, അപകടത്തിൽപ്പെടും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്ത് സേഫ്റ്റി മെഷേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്? വിലക്കയറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവന്നിരിക്കുന്നു? ഒരു പ്രതിപക്ഷ പാർട്ടി പോലും ഈ വിലക്കയറ്റത്തിനെതിരെ തീർച്ചയായിട്ടും, അതേ സെൻട്രൽ ഗവൺമെൻറ് തോന്നിയ പോലെ എമൗണ്ട് കൂട്ടിക്കൊണ്ടുപോകണം. സാധാരണ ജനങ്ങൾ ഒരു 70-80% ഇന്ത്യയിൽ സാധാരണ ജനങ്ങളാണ് ഉള്ളത്. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഒരു പ്രതിപക്ഷം പോലും, അതായത് ഇവിടെ ED വന്നപ്പം അവർക്ക് സമരം ചെയ്യാൻ അറിയാം, പക്ഷേ ഇവിടെ ഈ പറയുന്ന പോലെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന കാര്യം വന്നപ്പോൾ അവർക്ക് ഒരു സമരവും ചെയ്യാൻ അറിഞ്ഞൂടാ. കഷ്ടം തന്നെയാണ്. പിന്നെ ലോ ആൻഡ് ഓർഡർ പരാജയം. അതായത് ഇവിടെ എന്നും, അതായത് നേരത്തെ വരുന്ന ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ കത്തിക്കുത്ത്, വെട്ടുകുത്ത്, വയലൻസിൽ ടോപ്പായിരുന്നു കേരളം. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു. അത് ഒരു പടി കൂടി കൂടിയതേ ഉള്ളൂ. അതിനെതിരെ, അതായത് ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം പാലിച്ച് എങ്ങനെ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും വില കൊടുക്കാമെന്നുള്ളത് കൂടി നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് ഇരിക്കുന്നു. അതേപോലെ തന്നെ ലഹരി മാഫിയകൾ ഒരുപാട് സ്ഥലങ്ങളിൽ പച്ചയ്ക്ക് ലഹരി വിൽക്കുകയും മാംസക്കച്ചവടം നടത്തുകയും എല്ലാം ചെയ്യുന്നു. അതിനെതിരെ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാം ഫ്ലോപ്പായിട്ട് തന്നെയാണ് ഇതും തോന്നുന്നത്.